നിങ്ങളുടെ ഉറ്റ സുഹൃത്തായി നടന്ന ഒരാൾ പിന്നീട് അയാളുമായി നിങ്ങൾ തെറ്റിപ്പിരിയുകയാണ്. നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങൾ ഏർപ്പെട്ട എല്ലാ സ്വകാര്യ ഏർപ്പാടുകളും പുറത്തു പറയുന്നതിനേക്കാൾ മോശത്തരം മറ്റെന്തുണ്ട്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഉറ്റ അനുയായിയായിരുന്ന ഇലോൺ മസ്കിൻ്റെയും കാര്യത്തിൽ സംഭവിച്ചതും ഇത് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും ഒടുവിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു. ട്രംപ് വിജയിക്കാൻ മില്യൺ കണക്കിന് ഡോളറുകൾ വാരിവിതറിയ മസ്ക് ഇപ്പോൾ ശത്രുവിനെ പോലെയാണ് ട്രംപിനെ കാണുന്നത്. ട്രംപ് തിരിച്ചും. മസ്ക് ഒരു അത്ഭുത മനുഷ്യനാണെന്ന് മുൻപ് പറഞ്ഞ ട്രംപ് മസ്കിൻ്റെ കമ്പനിക്കെതിരെ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുമെന്നും ഫണ്ടുകൾ വെട്ടിക്കുറക്കുമെന്നും ഇപ്പോൾ പറയുമ്പോൾ മസ്ക് ട്രംപിൻ്റെ രഹസ്യ ലീലാവിലാസങ്ങൾ പുറത്തുവിട്ട് തൻ്റെ ശത്രുതയുടെ ആഴം വെളിപ്പെടുത്താൻ തയ്യാറായിരിക്കുകയാണ്. കാലിന് കാലും കൈക്ക് കൈയും എന്ന് വിശേഷിപ്പിച്ച് നടന്നിരുന്ന രണ്ടുപേർ, ഇവർ രണ്ടും ഒന്നിച്ചാൽ ലോകം ഇനി എന്താകുമെന്ന് ആകാംക്ഷാപൂർവ്വം നിരീക്ഷിച്ചവർ, യഥാർത്ഥത്തിൽ ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചത്? ഇരുവരും തെറ്റിപ്പിരിയാനുള്ള കാരണമെന്താണ്? ഉത്തരം അന്വേഷിച്ചു പോകുമ്പോൾ രണ്ട് മുതലാളിമാർക്കിടയിൽ സംഭവിച്ച ബിസിനസ് പടലപ്പിണക്കം എന്ന ഒറ്റ ഉത്തരം ലഭിക്കും. എന്നാൽ അതിലും മേലെയാണ് ഇവർക്കിടയിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഞാനോ നീയോ എന്ന ഭാവവും എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുൻപ് ഡൊണാൾഡ് ട്രംപിനെ ട്വിറ്ററിൽ നിന്നും ബാൻ ചെയ്തിരുന്നു മസ്ക്. ട്വിറ്ററിൻ്റെ സ്വതന്ത്ര അഭിപ്രായത്തിന് വിരുദ്ധമാണ് ട്രംപിൻ്റെ അഭിപ്രായങ്ങൾ എന്നതായിരുന്നു അതിന് മസ്ക് പറഞ്ഞ അന്നത്തെ കാരണം. എന്നാൽ ട്വിറ്റർ പേര് മാറി എക്സ് ആയപ്പോൾ അക്കൗണ്ട് തിരിച്ചു കൊടുത്തു. എന്നാൽ വാശിയുള്ള ട്രംപ് ആ എക്സ് ഉപയോഗിക്കാൻ പ്രസിഡൻ്റായതിനു ശേഷവും മസ്കിനോട് അടുത്ത ശേഷവും കൂട്ടാക്കിയില്ല എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രംപ് ഉപയോഗിച്ചു വരുന്നത് ട്രൂത്ത് സോഷ്യൽ എന്ന പ്ലാറ്റ്ഫോമാണ്. തൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ അദ്ദേഹം ഇപ്പോൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും താൻ മത്സരിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം ഇലോൺ മസ്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ല. മറ്റൊരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്കായിരുന്നു മസ്കിൻ്റെ പിന്തുണ. ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച ട്രംപ് ബുൾഷിറ്റ് ആർട്ടിസ്റ്റ് എന്നായിരുന്നു മസ്കിനെ വിശേഷിപ്പിച്ചിരുന്നത്. മറ്റൊരു കാരണം, എലോൺ മസ്ക് മുൻപ് ട്രംപിൻ്റെ സാമ്പത്തിക സഹായം ടെസ്ലയ്ക്ക് വേണ്ടി തേടിയിരുന്നു എന്ന് ട്രംപ് പുറത്തു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മസ്ക് നന്ദിയുള്ളവനാകേണ്ടിയിരുന്നു എന്നാണ് ട്രംപിൻ്റെ വാദം. ട്രംപിൻ്റെ ഈ അവകാശവാദത്തെ മസ്ക് നിഷേധിച്ചുവെങ്കിലും ഇരുവരും തമ്മിലുള്ള മാനസികവും ആശയപരവുമായ തർക്കം ഇതേ തുടർന്ന് വലിയ രീതിയിലേക്ക് മാറി. ഇതിനെല്ലാം പുറമെ ട്രംപ് ഭരണത്തിൽ സ്വീകരിക്കുന്ന തെറ്റായ രീതികളിൽ ഇരുവരും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമം. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകുന്ന ടാക്സ് ക്രെഡിറ്റുകൾ ഒഴിവാക്കുകയും ഫെഡറൽ ചിലവുകൾ വർദ്ധിപ്പിക്കുകയും ട്രംപ് ചെയ്തു. ഇത് മസ്കിൻ്റെ കമ്പനികളായ ടെസ്ലയ്ക്കും സ്പേസ് എക്സിനെയും സാരമായിട്ട് തന്നെ ബാധിച്ചു. മസ്ക് ഇതിനെ നിശിതമായിട്ട് തന്നെ വിമർശിച്ച് രംഗത്ത് വന്നു എന്നത് ഇവിടെ ശ്രദ്ധിക്കണം. മസ്കിൻ്റെ ഉറ്റ സുഹൃത്തായ ജാരഡ് ഐസക്മാൻ്റെ നാസയിലേക്കുള്ള നാമനിർദ്ദേശം ട്രംപ് റദ്ദാക്കിയതാണ് ഇതിന് കാരണം. ഇത് മസ്കിനെ അപമാനിക്കുന്നതിന് തുല്യമായി അദ്ദേഹം കണക്കാക്കി. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ആഭ്യന്തര തർക്കങ്ങൾ രൂപപ്പെട്ടു വരുന്നതാണ് മറ്റൊരു കാരണം. അതിന് പിറകിൽ ഇലോൺ മസ്കിൻ്റെ കറുത്ത കരങ്ങളാണെന്ന് ട്രംപിൻ്റെ വിശ്വസ്തർ ട്രംപിനെ ധരിപ്പിക്കുകയും ചെയ്തു. ഇതിനെല്ലാം ഇടയിലാണ് മസ്ക് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ട്രംപിൻ്റെ സ്വകാര്യതയെക്കുറിച്ച് ജെഫ്രി എപ്സ്റ്റൈൻ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ ട്രംപിൻ്റെ പേരുണ്ടെന്നും മസ്ക് വെളിപ്പെടുത്തി രംഗത്ത് വന്നതോടെയാണ് ഇരുവരും തമ്മിലുള്ള ശത്രുതയുടെ ആഴം ലോകം മനസ്സിലാക്കുന്നത്. ഇതോടെ കൊണ്ട കൈയായി നടന്നിരുന്ന ഇരുവരും പരസ്പരം പിരിയുകയാണ്. ഇനി നിയമയുദ്ധമോ രാഷ്ട്രീയ യുദ്ധമോ വാണിജ്യ യുദ്ധമോ ഇതിൽ ഏതാണ് സംഭവിക്കുക എന്നതറിയില്ല. രണ്ടുപേരും ഒരേപോലെ പിടിവാശിയുള്ളവർ, രണ്ടുപേരും എന്തും വിലക്ക് വാങ്ങാൻ കഴിയുന്നവർ, ഇരുവരും തത്സമയം തീരുമാനമെടുക്കുന്നവർ. ഇവർക്ക് അപ്പപ്പോൾ തോന്നുന്നതാണ് അവരുടെ തീരുമാനങ്ങൾ എന്നതിനാൽ ആർക്കും ഒന്നും ഒരു നിഗമനത്തിലും എത്തിപ്പെടാനും കഴിയില്ല. ഏതായാലും തമ്മിൽ കണ്ടു അടുത്തു, ഇപ്പോഴിതാ തെറ്റി അടിച്ച് പിരിഞ്ഞിരിക്കുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.